ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ മോരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ പാകത്തിന് എത്ര അരി വേണോ അതിനാവശ്യമായിട്ടുള്ള മുളകും. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിലൊരു തൈര്, ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക് നമ്മൾ ഈ ഒരു പാകത്തിൽ അരിഞ്ഞെടുക്കണം, നല്ല കട്ടി കുറച്ചിട്ട്, കാരണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് അത് വറുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് ആ വെണ്ടയ്ക്ക് അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം നമുക്ക് എല്ലാ സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു പാകത്തിലാട്ടോ വെണ്ടയ്ക്കൊക്കെ ഇട്ടേണ്ടത്. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരു മീഡിയം സൈസിൽ വേണം അത് മുരിഞ്ഞ് വരാൻ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് തൈര് അടിച്ചെടുക്കണം, കാരണം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടി മിക്സിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ വറുത്ത് വെച്ച വെണ്ടയ്ക്കയിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം കുറച്ച് കുറുകിയിരിക്കാതിരിക്കാം. കുറച്ച് ലൂസ് വേണം, എന്നാൽ ഒട്ടും ലൂസ് ആവുകയും ചെയ്യരുത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് അതൊന്ന് ആക്കിയെടുക്കണം. പിന്നെ കുറച്ചുകൂടെ കളർ വേണം എന്നുള്ളവർ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ കളർ വേണം എന്നുകൊണ്ടാണ് ഇപ്പം ആഡ് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ വെണ്ടയ്ക്കയിൽ തന്നെ ഒരു മെഴുമെഴുപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി കുറുകും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ മോര് കറിയിൽ നിന്നും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും, കാരണം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ വെണ്ടയ്ക്ക, ഈ വറുത്ത വെണ്ടയ്ക്ക അതിലേക്ക് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.